കരി ഓയിൽ നിന്ന് എണ്ണ, പശ പോലുള്ള വെളുത്ത നെയ്യ്, വിളക്കിലൊഴിച്ച് കത്തിച്ചാൽ കടുത്ത പുക. ഒരുപക്ഷേ പൊട്ടിത്തെറിയോടെ ഇവ രണ്ടും കത്തിപ്പടർന്നേക്കാം. മണ്ഡലകാലത്ത് അല്പം പോരാ, നല്ല ശ്രദ്ധ തന്നെ വേണം. ഭക്തിരസം തുളുമ്പുന്ന പേരുകളിലാണ് വിളക്കെണ്ണ, എള്ളെണ്ണ, നല്ലെണ്ണ, തവിടെണ്ണ തുടങ്ങിയവയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവ മൊത്തക്കടകളിൽ എത്തിക്കുന്നത്. യഥാർത്ഥ എണ്ണയേക്കാൾ വിലക്കുറവും കമ്മീഷൻ വളരെ കൂടുതലുമായതിനാൽ മൊത്ത വ്യാപാരികളും കച്ചവടക്കാരും ഇത് വിൽക്കാനാണ് ഏറെ താൽപ്പര്യം കാണിക്കുന്നത്. തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് വ്യാജ എണ്ണ അധികവും എത്തുന്നത്. എല്ലാ ജില്ലകളിലും ഇവർക്ക് മാഫിയ ശൃംഖലയുണ്ട്. 1 ലിറ്ററിന്റെ പാക്കറ്റ് മുതൽ 20 ലിറ്ററിന്റെ പാട്ടകളിൽ വരെയാണ് ഇവ മാർക്കറ്റിലെത്തിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ടാങ്കറുകളിലാണ് കേരളത്തിലെ പാക്കിംഗ് കേന്ദ്രങ്ങളിൽ ഇത്തരം വ്യാജ എണ്ണ എത്തിക്കുന്നത്. 20 ലിറ്ററിന് 300 രൂപ നിരക്കിൽ വാങ്ങി 2000 മുതൽ 2400 രൂപ വരെ പരമാവധി വില രേഖപ്പെടുത്തി 1400 രൂപയ്ക്കാണ് ചില്ലറ വിൽപ്പനശാലകളിൽ ഇവ എത്തിക്കുന്നത്. ഒരു പാട്ട എണ്ണയിൽ തന്നെ 1000 രൂപയോളം ലാഭം കിട്ടുന്നതിനാൽ ചെറുകിട കച്ചവടക്കാർ ഇത് ഏറ്റവും താൽപ്പര്യത്തോടെ വിറ്റഴിക്കും. വ്യാജ എണ്ണ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് സമുദ്ര ടീം കണ്ടെത്തി. മോട്ടോർ വാഹന വർക്ക്ഷോപ്പുകളിൽ നിന്ന് ശേഖരിക്കുന്ന കരി ഓയിലാണ് പ്രധാന അസംസ്കൃത വസ്തു. ഇവ ടാങ്കറുകളിൽ ഫാക്ടറികളിലെത്തിച്ച് 260 ഡിഗ്രി താപനിലയിൽ ചൂടാക്കും. ഇതോടെ കരി ഓയിൽ നിറമില്ലാത്ത കൊഴുത്ത ദ്രാവകമായി മാറും. ഇവയിൽ നിശ്ചിത അനുപാതത്തിൽ എള്ളെണ്ണ, വെളിച്ചെണ്ണ തുടങ്ങിയവയുടെ നിറവും മണവും നൽകുന്ന രാസവസ്തുക്കൾ ചേർക്കും. ഇവയിൽ പേരിനെങ്കിലും എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്താൽ ലാബ് പരിശോധനയിൽ പോലും മായം കണ്ടെത്താനായെന്നു വരില്ല. വെളിച്ചെണ്ണയെന്നു കരുതി ഇവ വാങ്ങി പാചകത്തിനുപയോഗിച്ചാൽ ദഹന വ്യവസ്ഥയിലെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളായിരിക്കും ഫലം. ഇതേ രീതിയിൽ തന്നെ സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുടെ വ്യാജനും മാർക്കറ്റുകളിൽ എത്തുന്നുണ്ട്. യഥാർത്ഥ എണ്ണയുടെയും വ്യാജ എണ്ണയുടെയും അനുപാതമനുസരിച്ചാണ് ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിച്ച് വ്യാപാരികൾക്ക് നൽകുന്നത്. ഉദാഹരണത്തിന് 75% എണ്ണയും 25% വ്യാജ എണ്ണയുമാണെങ്കിൽ 400 രൂപ ഈടാക്കുമ്പോൾ രണ്ടും തുല്യമാണെങ്കിൽ 300 രൂപയ്ക്ക് ലഭിക്കും. 75% വ്യാജനും 25% ഒറിജിനലുമാണെങ്കിൽ 200 രൂപയ്ക്ക് ലഭിക്കും. കരി ഓയിൽ ചൂടാക്കി വേർതിരിക്കുന്ന പാരഫിൻ ഓയിലാണ് ഉള്ളടക്കമെങ്കിലും സസ്യ എണ്ണ എന്ന വ്യാജേന എത്തിക്കുന്നതിനാൽ ഇവ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പരിധിയിൽ പെടുത്തുന്നില്ല. വിളക്ക് കൊളുത്താനുള്ള എണ്ണ എന്ന് ലേബലിലുള്ളതിനാൽ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിലും ഇവ വരുന്നില്ല. ചുരുക്കത്തിൽ നിയമത്തിന്റെ കണ്ണിൽ മണ്ണുവാരിയിട്ടുള്ള തട്ടിപ്പാണ് നടത്തുന്നത്. മിൽമയുടെ പാക്കറ്റിനോട് സാമ്യമുള്ള പ്ലാസ്റ്റിക് ഡപ്പകളിലാണ് നെയ്യ് എന്ന വ്യാജേന പാരഫിൻ വാക്സ് എത്തിക്കുന്നത്. ഓരോ ഉത്സവകാലത്തും ശബരിമല സീസണിലും സഹസ്ര കോടികളുടെ കച്ചവടമാണ് പാരഫിൻ വ്യാജ എണ്ണ മാഫിയ കേരളത്തിൽ നടത്തുന്നത്. വാഹനങ്ങൾ പുറത്തുവിടുന്നതിനേക്കാൾ കാർബൺ മോണോക്സൈഡാണ് ഇത്തരം എണ്ണയൊഴിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ പുറത്തുവരുന്നത്. പൂജയ്ക്കായാലും പാചകത്തിനായാലും ശുദ്ധമായ എണ്ണയും നെയ്യുമെന്ന് ഉറപ്പുവരുത്തി വേണം വാങ്ങാൻ. ഭക്തിയുടെ, ഉത്സവങ്ങളുടെ ഈ കാലം നമുക്ക് പിന്നീട് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളും കണ്ണീരും വേദനയും സമ്മാനിക്കാൻ ഇടവരാതിരിക്കട്ടെ. ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാനും വിലക്കുറവുള്ള ഒരു പാട്ട കരി ഓയിലിനേക്കാൾ നല്ലത് ഒരു തുടം ശുദ്ധമായ എണ്ണയാണെന്ന് ഓർക്കുക.